ഈ നാടിന് ഒരുപാട് ദൂരം താണ്ടാൻ ബാക്കിയുണ്ട്, ഒരുപാട് കാതങ്ങൾ താണ്ടാൻ ബാക്കിയുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബാക്കിയുണ്ട്. എന്നിട്ടേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. നാം ഉറങ്ങാൻ ശ്രമിക്കുന്നവരല്ല, നമ്മളെല്ലാവരും ഉണർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ദിനങ്ങൾ നമ്മോടെല്ലാം പറയുന്നത്. ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം അതുമായി ബന്ധപ്പെട്ടവരായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെല്ലാമാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഓർത്തുപോകുന്നു ആ പഴയ മുദ്രാവാക്യം. 1992 ഡിസംബർ മാസം 6-ാം തീയതി അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർന്നു വീണ അന്ന് അവിടെ വാങ്ങെ മുഴങ്ങിക്കേട്ടത് ആ മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം പറഞ്ഞത് ഹം ഐസെ ബനായെങ്കിൽ ഹിന്ദു രാഷ്ട്ര എന്നായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് എന്ന്. എങ്ങനെ? ഇവിടെ ജനിച്ച, ഇവിടെ തന്നെ ജീവിക്കുന്ന, ഇവിടെ മരിക്കേണ്ടുന്ന കോടാനുകോടി ഇന്ത്യക്കാരുടെ വിശ്വാസം കൊണ്ട് അവരെല്ലാവരും ഒരു മതമായിരിക്കണമെന്നില്ല, അവർ മുസ്ലിമുകളായിരിക്കാം. ഈ നാട് ആരുടേതാണ്? ഈ നാട് ഹിന്ദുവിൻ്റെതാണ്, അതേ അളവിൽ ഈ നാട് മുസ്ലിമിൻ്റെതാണ്, അതേ അളവിൽ ഈ നാട് ക്രിസ്ത്യാനികളുടേതാണ്, ഈ നാട് സിഖുകാരൻ്റെയും ജൈനന്റെയും പാഴ്സിയുടേതുമാണ്. സർവോപരി ഈ നാട് ഇന്ത്യക്കാരായ മനുഷ്യരായ ഓരോ ആണിന്റെയും പെണ്ണിന്റെയുമാണ്. ഈ നാടിനെ ഏതെങ്കിലും മതത്തിന്റെ മാത്രം നാടാക്കി മാറ്റാൻ നാം സമ്മതിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം എന്നും ഉണർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം ഉറക്കത്തോട് തൽക്കാലം യാത്ര പറഞ്ഞുകൊണ്ട് ഉണരുവാൻ ശ്രമിക്കുന്നതും ഉണർത്തുവാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. ഇന്ത്യക്ക് ഇന്ത്യയായി മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നായി ജീവിക്കാൻ ഒരു അവകാശമുണ്ടായിരിക്കണം. ഔദാര്യമല്ല അത്. ആ അവകാശത്തിന് വേണ്ടിയാണ് രാജ്യം പോരാടിയത്. 190 കൊല്ലക്കാലം നീണ്ടുനിന്ന വൈദേശിക വാഴ്ചക്കെതിരായി ഈ രാജ്യം പടവെട്ടി. ആസിയത് ഹിമാചലം ജനങ്ങൾ നാടിന് വേണ്ടി പടവെട്ടിയത് ഇന്ത്യയെ ഒന്നായി സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകുന്നില്ല. നമ്മളെല്ലാവരും അതിന്റെ പാരമ്പര്യത്തിന്റെ പ്രതിരക്ഷക്കാരാണ്. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ചോര ഒന്നിച്ചൊഴുകിയപ്പോഴാണ് ഇന്ത്യയുടെ വിമോചന പോരാട്ടം പൂർത്തിയായത്. 1887 ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അവിടെ അന്ന് അവധി ഒഴുകിയ ചോര ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ചോരയായിരുന്നു. ആ ചോര ഒന്നിച്ചൊഴുകി. നാം ആ പടക്കളങ്ങളിൽ റാണി ലക്ഷ്മിബായിയെ കണ്ടു, താന്തിയ തോപ്പിയെ കണ്ടു, നാനാ സാഹേബിനെ കണ്ടു, ബഹദൂർഷായെ കണ്ടു. അവരെല്ലാവരെയും നാം കണ്ടു. അവരെല്ലാവരും പടവെട്ടിയത് ഇന്ത്യയുടെ മോചനത്തിന്റെ മഹാസ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റാൻ വേണ്ടിയാണ്. പിന്നീട് സ്വതന്ത്രപ്രാപ്തി തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ നാം കണ്ടു ബോംബെയിലെ RIM കലാപം, റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപം. ബ്രിട്ടീഷ് നാവികസേനയിലെ സൈനികന്മാർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ നിങ്ങൾ കൽപ്പിച്ചാൽ സ്വന്തം ജനതയ്ക്കെതിരായി തോക്ക് തിരിച്ചു പിടിക്കാൻ നടുവഴിക്കാൻ ഇനി തയ്യാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കലാപമുണ്ടായത്. അന്ന് ബ്രിട്ടീഷ് പടക്കപ്പലുകളിൽ ബോംബെ തുറമുഖത്ത് അടുത്ത് കിടന്ന പടക്കപ്പലുകളിൽ ഒരേ സമയം 3 കൊടികൾ ആ ഭടന്മാർ പറപ്പിച്ചു. ഒരു കൊടി കോൺഗ്രസിന്റെ കൊടിയായിരുന്നു, ഒരു കൊടി കമ്മ്യൂണിസ്റ്റ് കൊടിയായിരുന്നു, ഒരു കൊടി മുസ്ലിം ലീഗിന്റെ കൊടിയായിരുന്നു. ദേശീയധാരയിൽ അന്ന് ശ്രദ്ധേയമായി അവർക്ക് തോന്നിയ ഈ 3 കൊടികളും ഒന്നിച്ചു പറപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പടക്കപ്പലുകൾ പാറിക്കളിച്ച ആ കൊടിയെ ചൂണ്ടിക്കൊണ്ടവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ജാതിയും മതവും പറഞ്ഞ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്കിനി പറ്റില്ല എന്നായിരുന്നു അവർ പ്രഖ്യാപിച്ചത്. ഡിറൈൻ ബോളിന്റെ കൊളോണിയൽ തന്ത്രത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ നടത്തിയ എത്രയോ പോരാട്ട കഥകൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് സ്വതന്ത്രം കരഗതമായത്. അന്നത്തെ ആ അധികാരത്തിന്റെ
കൈമാറ്റവേളയിലെ ഏറ്റവും ഗംഭീരമായ പ്രോരോചനമായ പ്രസംഗം ഇന്ത്യ എങ്ങനെ മറക്കും? ആ പ്രസംഗത്തിൽ നെഹ്റു പറഞ്ഞു, ലോകമാകെ അന്ധകാരത്തിൽ ഇറങ്ങുന്ന ഈ വേളയിൽ 40 കോടി ഇന്ത്യക്കാർ സ്വതന്ത്രത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണെന്ന്. ഇതാണ് നെഹ്റുവിന്റെ ഭാഷ. ഭാവഗംഭീരമായ ഭാഷ ഇന്ത്യയുടെ കാതിൽ എന്നും മുഴങ്ങും. ആ ഭാഷയാണ് ഇന്ത്യ കേട്ട ഭാഷ. അതാണ് വാസ്തവത്തിൽ ഇന്ത്യക്ക് അനുയോജ്യനായ ഒരു പ്രധാനമന്ത്രി പറയേണ്ട ഭാഷ. അല്ലാതെ അലറും പോലെ ആത്മാർത്ഥതയില്ലാതെ ഭായ്യോ അവർ ബഹരോ എന്ന് പറഞ്ഞാൽ അത് ഗർജനമാണ്. അതിന്റെ പിറകിൽ കാപട്യം മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥതയില്ല. നെഹ്റു ഗർജിച്ചില്ല, നെഹ്റു വെല്ലുവിളിച്ചില്ല. പക്ഷെ നെഹ്റു പറഞ്ഞു, ഈ നിമിഷം വന്നണയുവാൻ വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം വെല്ലുവിടുത്തവർ കണ്ട സ്വപ്നങ്ങൾ സത്യവാക്കാനുള്ള യാത്ര നാം ഇതാ ഇവിടെ വെച്ച് ആരംഭിക്കുന്നുവെന്ന്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് ഇന്ത്യസ് ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞു. ഇതാണ് വിജയനാകുള്ള ഇന്ത്യയുടെ സമാഗമത്തിന്റെ വേള എന്ന് പറഞ്ഞ ആ പ്രസംഗത്തെ ഇന്ത്യ ഓർക്കുന്നുണ്ട്. ആ പ്രധാനമന്ത്രി എവിടെ? ആ പാരമ്പര്യം എവിടെ? ആ ഭാവഗാംഭീര്യത എവിടെ? ആ ദശസ്നേഹം എവിടെ? അതെല്ലാം പോയി പറഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ നാം പറയുന്നത് കാപട്യത്തെ രാഷ്ട്രീയത്തിന്റെ മുഖമാക്കി മാറ്റിയ വർത്തമാനവും പ്രവൃത്തിയുമാണ്. നാം ഇന്ന് കാണുന്നത് കള്ളപ്പുറത്തെ വെളുപ്പിക്കൽ വേണ്ടിയുള്ള വർത്തമാനങ്ങളെ പറ്റി നാം കേൾക്കുകയാണ്. എന്ത് ചെയ്യുമ്പോഴും ഇന്ത്യയെ മറക്കുന്ന, സ്വന്തം നീചമായ താല്പര്യങ്ങളെ മാത്രം കാണുന്ന ഒരു പുത്തൻ രാഷ്ട്രീയത്തിന്റെ നെറികെട്ട ശൈലി നാം കാണുകയാണ്. അതുകൊണ്ട് ഈ ഓർമ്മകളെല്ലാം നമുക്ക് പ്രിയപ്പെട്ട ഒന്നാണ്. നന്മ എന്ന വാക്ക് പറയുമ്പോൾ നാം ആ ഭൂതകാലം ഓർക്കുന്നു, നാം നമ്മുടെ വർത്തമാനം ഓർക്കുന്നു. നമ്മളെല്ലാം ചേർന്ന് സംരക്ഷിക്കേണ്ട നമ്മുടെ ഭാവിയെ പറ്റി നാം ഓർക്കുന്നു. ആ ഓർമ്മകൾക്ക് നാം നന്മ എന്ന പേര് വിളിക്കുന്നു. അതുകൊണ്ട് നാം പറയുന്നു, പൗരത്വം പ്രധാനമാണ്. ഈ നാടുമായുള്ള എന്റെയും നിങ്ങളുടെയും ബന്ധത്തിന്റെ പൊക്കിക്കൊടിയാണ് വാസ്തവത്തിൽ പൗരത്വം. ആ പൊക്കിക്കൊടി ഇന്ത്യക്കാർക്കെല്ലാം അവകാശപ്പെട്ട ഒന്നാണ്. ആ പൊക്കിക്കൊടിയുടെ ബന്ധത്തെ അവർ പറയുന്നു അടിസ്ഥാനമാക്കി മാറ്റേണ്ടത് മതമാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പിന്നെ ഇന്ത്യയല്ല. പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാണെന്ന് വന്നാൽ ഇന്ത്യക്ക് പിന്നെ ഇന്ത്യയായി ഒന്നായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. സാരാ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പാടിയത് ഹിന്ദുവാണോ? അത് പാടിയത് മുസ്ലിമായിരുന്നു. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യത്തിൽ നമുക്കറിയാം. അതിന്റെ പിറകിൽ ഉണ്ടായിരുന്നത് ഹിന്ദുക്കളെല്ലായിരുന്നു. അതുപോലെ നമുക്കറിയാം, ഈ രാജ്യത്തിന് നെഞ്ചിൽ പതിഞ്ഞ ഓരോ മുദ്രാവാക്യവും ഓരോ പ്രഖ്യാപനങ്ങളും മുടക്കിയത് ജാതിയോ മതമോ അല്ല, മറിച്ച് മനുഷ്യസ്നേഹമായിരുന്നു, ദശസ്നേഹമായിരുന്നു. ദശസ്നേഹത്തെയും മാനവസ്നേഹത്തെയും നടന്നുകൊണ്ട് മതഭ്രാന്തര് മതമാക്കി വെട്ടിരിക്കുന്ന ഒരു പുത്തൻ ശൈലിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നന്മയുടെ ബന്ധുക്കൾ വിളിച്ചു പറയുന്നു, മതം യാഥാർത്ഥ്യമാണ്, വിശ്വാസവും യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്താണ് മതം? ഏതാണ് നേരായ വിശ്വാസം? ഇന്നത്തെ ഇന്ത്യ അത് ചോദിക്കുന്നുണ്ട്. നേരായ വിശ്വാസം സഹോദരങ്ങളെ പങ്കെടുത്തലേക്കാൻ വേണ്ടിയുള്ള ആയുധമാക്കി മതത്തെ മാറ്റുന്നില്ല. അതല്ല മതത്തിന്റെ വഴി, അതല്ല ദൈവത്തിന്റെ വഴി. എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളും പറഞ്ഞത് സ്നേഹത്തെ പറ്റിയാണ്, ശ്രേഷ്ഠതയെ പറ്റിയാണ്, ത്യാഗത്തെ പറ്റിയാണ്, ഒറ്റുവീഴ്ചയെ പറ്റിയാണ്. അതാണ് വിശ്വാസം പറയുന്ന യഥാർത്ഥ മതത്തിന്റെ വഴി. ആ വഴിയാണ് രാജ്യം ഭരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന മതമെന്ന് അവർ പറയട്ടെ. നാം കാണുന്നുണ്ട്, അവർക്ക് മതമെന്നാൽ അതല്ല, മതവും ദൈവവുമെല്ലാം അവർക്കിപ്പോൾ അധികാരത്തിന്റെ ചവിട്ടുപടിയായി കാണുന്ന ഒന്നായി തീരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും എന്നും ബോധ്യമാകുന്നുണ്ട്.